ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ ലോങ് വീഡിയോ. കുറേ നാൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഒരു ലോങ് വീഡിയോ എടുക്കുന്നത്, അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഞാൻ ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിസോർട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. റിസോർട്ട് എന്ന് പറയാൻ പറ്റത്തില്ല, എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അറ്റ്മോസ്ഫിയറും ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഓരോ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് നിങ്ങളും കൂടെ കാണണം. അടിപൊളി ഒരു വീടല്ല, ഞാൻ എടുത്ത ഒരു ഫാം ഹൗസ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള ഒരു 10 ഏക്കറിൽ നിൽക്കുന്ന ഒരു വലിയൊരു ബംഗ്ലാവ് പോലത്തെ ഒരു വീട്. അതിന് ചുറ്റും ഒരുപാട് കാണാനുള്ള കാഴ്ചകളുമുണ്ട്. അവരുടെ കൃഷികൾ, അതുപോലെ തന്നെ അവരുടെ ഓരോരോ ഫ്രൂട്ട്സിന്റെ ഓരോരോ ഡെക്കറേഷൻസ്, ചെടികളുടെ ആയിക്കോട്ടെ, ബൊഗൈൻവില്ലയുടെ, അതുപോലെ തന്നെ നമ്മുടെ സ്വിമ്മിംഗ് പൂള്, പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ്, ഗെയിമിംഗ് സെക്ഷൻസ്, ഒരു തിയേറ്റർ, അങ്ങനെ എല്ലാം ഈ ഒരു ഏരിയയിലുണ്ട്. എല്ലാം നമുക്ക് ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദർ നടത്താൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ഒരു കുറച്ചു നേരം പോലും മടുപ്പ്, ഒരു പോസ്റ്റ് ഫീൽ ചെയ്യത്തില്ല. അങ്ങനെ എൻഗേജ്ഡ് ആയിട്ടിരിക്കാനുള്ള ഓരോരോ കാര്യങ്ങൾ ഇവർ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. വീടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ ഓരോരോ കാഴ്ചകൾ ഇവർ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. സോ ഞാൻ എല്ലാം നിങ്ങളെ കാണിച്ചു തരാം. ബൈ. നമ്മൾ ഇതിൻ്റെ മുറ്റത്തൂടെ നടക്കുകയാണ്. പുറത്തുള്ള ഫസ്റ്റ് എൻട്രൻസിലുള്ള ഇതിൻ്റെ ഒരു ഭാഗം കാണിച്ചു തന്നിട്ട്, ആ ഒരു ഡോറും അവിടുത്തെ ഒരു സെറ്റിങ്സും കാണിച്ചു തന്നിട്ട് ബാക്കി ഉള്ളു ഭാഗം കാണിക്കും. ഇതാണ് കേട്ടോ നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത്. ഞാൻ ഈ റിസോർട്ട് എവിടെയാണെന്നോ ഇതിൻ്റെ പേരെന്താണെന്നോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ. ഈ ഒരു റിസോർട്ടിൻ്റെ പേര് വരുന്നത് ചിന്നാസ് ഫാം ഹൗസ് എന്നാണ്. ഇത് വരുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലാണ് കേട്ടോ. ഇവിടെ അടിപൊളി ആംബിയൻസ് ആണ്. ഞാൻ ബാക്കിയെല്ലാം കാണിച്ചത്. ഇതാണ് എൻ്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ഞാൻ നിന്നപ്പോഴത്തേക്കും അവിടെ എൻ്റെ ഫ്രണ്ട്സും ഏട്ടനും എല്ലാം ഗെയിം കളിക്കുന്നതിൻ്റെ സൗണ്ട് ഞാൻ കേൾക്കുന്നുണ്ട്. സോ നമുക്കതൊന്ന് പോയി നോക്കാം. നമുക്ക് കൊച്ചു കുട്ടികളുമായിട്ട് വരുവാണെങ്കിൽ അവർക്ക് കളിക്കാൻ പറ്റിയത് നല്ല കിടിലൊരു വണ്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുറ്റത്തൂടെയൊക്കെ നടക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. നല്ല കിടിലൻ ആംബിയൻസ് ആണ് ഇവിടെ. നമുക്ക് സ്വിമ്മിംഗ് പൂള് കാണാം, ഞാൻ കാണിച്ചു തരാം. ഒരു ഭിത്തി കണ്ണാടിയാണ് ഗൈസ്. നമുക്ക് നശിപ്പിച്ച് ഒരു സൈഡ് കണ്ണാടിയാണ്. നല്ല രസമുണ്ട്. ഇവിടെ നമുക്ക് ഒരു പാർട്ടി, ഗെറ്റ് ടുഗദർ ഒക്കെ നടത്താൻ പറ്റിയ സ്പോട്ടാണ്. ഒരു അത്യാവശ്യം ചെറിയ എൻഗേജ്മെൻറ്റ്സോ അല്ലെങ്കിൽ ബർത്ത്ഡേ ഇവൻറ്റ്സ് ഒക്കെ നടത്താൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ ബാക്കിൽ കാണുന്നുണ്ടോ? അതിവിടെ മാത്രമല്ല, നേരെ ഓപ്പോസിറ്റ് ആ സൈഡിലും കാണുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇറങ്ങി നമുക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ കാണുന്നതും നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഗ്രൗണ്ടാണ് കേട്ടോ. ഫിഷിംഗ് മാക്സ് ഇവിടെ വന്നാലും ചൂണ്ടിടൽ എന്നൊരു പരിപാടി നമുക്ക് മറക്കത്തില്ലല്ലോ. സോ അവൻ ചൂണ്ടിടാനായിട്ട് ഇവർക്ക് തന്നെ ഒരു ഫിഷിംഗ് സ്പോട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. ഇതൊരു 10 ഏക്കർ ആയതുകൊണ്ട് തന്നെ ഒരുപാടുണ്ട് നടക്കാൻ. അതിൻ്റെ പുറകെ കാണുന്നുണ്ട് കൊച്ചു കുട്ടികളുടെ പൂളാണ് കേട്ടോ. അപ്പം നടക്കുക അണച്ച്. അങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് ഫിഷിംഗ് സ്പോട്ട് കാണാമെന്നാണ് അവർ പറഞ്ഞത്. അതിന് ഇവർ തന്നെ നമുക്ക് വേണ്ടിയിട്ട് ചൂണ്ടയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ അല്ലാണ്ട് നമ്മുടെയിലും ചൂണ്ടയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വന്നത്. നല്ല രസമില്ലേ പൂ കാണാനായിട്ട്. ഇതാണ് നമ്മുടെ ഫിഷിംഗ് സ്പോട്ട്. മീനെ കാണുന്നുണ്ടോ? ഫിഷിംഗ് മാക്സിൽ 2ാമത്തെ മീനും കിട്ടി. ഏത് മണ്ടനും മീനെ കിട്ടും. ഈ നിങ്ങൾ കാണുന്നുണ്ടോ? ഈ മീൻ മൊത്തം ഫിഷിംഗ് മാക്സ് പിടിച്ച ഇനിയും പിടിച്ചോണ്ടിരിക്കുന്നത്. ജാതിക്ക കണ്ടോ ഗൈസ്? ഈ ജാതിക്കത്തോട്ടം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു പാർക്കാണ് കേട്ടോ. കൊച്ചു കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ കളിക്കാനുള്ള അത്യാവശ്യം എല്ലാത്തരം കളിപ്പാട്ടങ്ങളും, അതുപോലെ തന്നെ സ്ലൈഡുകളും, ഊഞ്ഞാല്, അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഓരോരോ മരങ്ങളും ചെടികളും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ പേരുകളും അവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലെല്ലാം കായകളും ഉണ്ട് കേട്ടോ. ഇതാ കണ്ടോ നാരങ്ങയല്ല, ഇത് മുസമ്പിയാന്ന് തോന്നുന്നു കേട്ടോ. അതുപോലെ തന്നെ മാംഗോസ്റ്റീൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ ഈ മാംഗോസ്റ്റീൻ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ നടന്നിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരു ചക്ക തന്നിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ ബാർ കൗണ്ടറോട് ഉണ്ട് കേട്ടോ ഇവിടെ.
ക്ഷീണിച്ച് തളർന്നു കഴിയുമ്പോൾ നമുക്ക് ചായ ഒക്കെ കുടിക്കാനായിട്ട് ഈ കൗണ്ടർ നമുക്ക് യൂസ് ചെയ്യാം. അന്താരാഷ്ട്ര കളിയാണ് ഗൈസ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. കണ്ട, ഒന്നിനും കളി അറിയത്തില്ലെങ്കിലും അതിന്റെ ഒരു ഭാവവും ആരുടെയും മുഖത്തുമില്ല. എല്ലാവരും ഭയങ്കര. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഇവരുടെ വീടിനകത്ത് തന്നെയുള്ള ഒരു കുട്ടി ഊഞ്ഞാൽ കട്ടിലാണ് കേട്ടോ. ഇവിടുത്തെ ഇന്റീരിയലിലെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ഔട്ട്ഡോർ മാത്രം ഇത്ര നേരം കൊണ്ട് കാണിച്ചിട്ടുള്ളൂ. ഇന്റീരിയലിൽ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ മനോഹരമായിട്ടൊരു കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. ആകാശം, സോറി, ഈ വീടിൻ്റെ ഈ ഒരു ബംഗ്ലാവിൻ്റെ തന്നെ മുകൾ ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. ലിഫ്റ്റിലൂടെ വരുമ്പോൾ മനോഹരമായിട്ടൊരു ഇൻറ്റീരിയൽ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ ആൻറ്റിക് കളക്ഷനും അതുപോലെ തന്നെ ഷോക്കേഴ്സ് ഐറ്റംസും ഒക്കെ വെച്ചിട്ടുള്ളത്. ഇത് സ്റ്റെയറിൻ്റെ താഴ്ഭാഗമാണ് കേട്ടോ. അങ്ങോട്ടേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഇതാണ് ഇവരുടെ മനോഹരമായിട്ടുള്ളൊരു ഡൈനിങ് സ്പേസ് എന്ന് പറയുന്നത്. ഇവിടെ ആയിട്ടാണ് ഒരു ചെറിയൊരു സോഫ സെറ്റ് ചെയ്ത് കിടപ്പുണ്ട്. അതുപോലെ നമുക്കെപ്പോഴും ഇങ്ങനത്തെ കണ്ണാടിയാണല്ലോ ഇഷ്ടം. സോ ഇങ്ങനത്തെ കണ്ണാടി ഉണ്ട് കേട്ടോ. അങ്ങനെ കറങ്ങി വരുമ്പോൾ ഇതാണ് അവരുടെ കിച്ചൺ. കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടൈപ്പ് ഫോൺ. നമ്മുടെ ഇത് സ്റ്റെയറിൻ്റെ അടിഭാഗമാണ് കേട്ടോ. അവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ലൈറ്റ്, ഈ ഒരു ലൈറ്റാണ് ഈ ഒരു ബംഗ്ലാവിൻ്റെ ചുറ്റിനും ഒരുപാട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റ് അല്ലേ. അങ്ങനത്തെ ഇത് ഇപ്പോൾ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ലൈറ്റ് ഓൺ ആക്കി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ മഴത്തുള്ളി വീഴുന്ന പോലെ വെള്ളം വന്നുകൊണ്ടേ ഇരിക്കും. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഈ ഒരു ഇൻറ്റീരിയൽ വാട്ടർഫാൾ പോലെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പോഴത്തേക്കും കുട്ടി ഒരു ഊഞ്ഞാൽ കട്ടിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാം മനോഹരമായിട്ടാണ് ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓരോ ഐറ്റംസും ഇവർ ഡെക്കോർ ചെയ്ത് വെച്ചിട്ടുള്ളത് അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ. അത് വേറൊരു റൂമാണ് കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് TV ഒക്കെ കാണാനുള്ള നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൈഡിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഇവർ ഈ സൈഡിലും ഇൻറ്റീരിയൽസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മാക്സിമം എല്ലാം സെയിം ആയിട്ടുള്ള ഐറ്റംസ് തന്നെ അറേഞ്ച് ചെയ്യാനും ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് നമുക്ക് രാത്രിയിലത്തേക്ക് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഫുഡ് കേട്ടോ. അൽഫാമാണ് തന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ സാലഡ് ഉണ്ട്, മയോണൈസ് ഉണ്ട്, ഇത് പൊറോട്ട, പിന്നെ ഇതിനകത്ത് ചപ്പാത്തിയാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇവർക്ക് ഓൺ ഒരു തിയേറ്ററും കൂടെ ഉണ്ട്. ഇവിടെ തന്നെ ഒരു 10-15 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റത്തക്ക വിധത്തിൽ അത്യാവശ്യം നമുക്ക് സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും നമ്മളൊരു തിയേറ്ററിൽ ഇരിക്കുന്ന ഫീൽ തന്നെ കിട്ടുന്ന രീതിയിലുള്ളൊരു നല്ല കിടലിനൊരു തിയേറ്ററും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു മറ്റൊരു കാര്യമാണ് ഇവർ ഹൈജീനെ കുറിച്ച്. അത്രയ്ക്കും അടിപൊളിയാണ്. നല്ല കിടിലൻ ക്ലീൻ ആൻഡ് നീറ്റായിട്ടാണ് ഇവർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാം. ഒരു ദിവസത്തെ അങ്കമെട്ടിനും എല്ലാം ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകാൻ പോവാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.